ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡാറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ നാളെ കർക്കിടക വാവാണ്. അപ്പോൾ നിങ്ങളുടെ പിതൃക്കളെ നമ്മൾ സ്മരിക്കുകയും അവരുടെ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ വാവ് ബലി ഇടുകയും ഒക്കെ ചെയ്യുന്നൊരു ഒരു ദിവസമാണ് നാളെ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളുടെ പിതൃക്കൾക്ക് എന്ത് മെസ്സേജാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തരാനുള്ളതെന്ന് നോക്കാം. എന്ത് മെസ്സേജാണ് ഈ ഒരു സമയം നിങ്ങളുടെ പിതൃക്കൾക്ക് നിങ്ങളോട് പറയാനുള്ളത്? ഫയർ ഗാർഡിയൻ വന്നിട്ടുണ്ട്, ആനിമൽ ഗാർഡിയനും വന്നിട്ടുണ്ട്. നോക്കാം എന്താണ്. പീസ് കീപ്പർ, സ്നേക്ക്, the bardo, eros, the creator. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറി റീറൈറ്റ് എഴുതാൻ പറ്റുന്നൊരു സമയമാണ് എന്നാണ് ഒരു ഓവറോൾ മെസ്സേജ് കേട്ടോ. ദ ക്രിയേറ്ററാണ് പറയുന്നത്. ഇതിനകത്തൊരു പെന്നുണ്ട്. നിങ്ങൾ എഴുതുന്നു നിങ്ങളുടെ സ്റ്റോറി. അപ്പം നിങ്ങൾക്ക് എന്താണോ ഈ ഒരു സമയം നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നത്, അല്ലെങ്കിൽ മാറ്റേണ്ടുന്നത്, അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്നെ റീറൈറ്റ് ചെയ്ത് എഴുതാം എന്നാണ് കാണുന്നത് കേട്ടോ. ഇതിൽ ആദ്യം കിട്ടിയിരിക്കുന്നത് ഫയർ ഗാർഡിയനാണ്. ഇഗ്നൈറ്റ് യുവർ പാഷൻസ് ആണ്. അപ്പം നിങ്ങളുടെ ഉള്ളിലെ അഗ്നിയെ ഉണർത്താനാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു അഗ്നി തത്വമാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം, ഈ കർക്കിടക വാവ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ അത് ഏത് ജാതി മതഭേദമന്യേ നമുക്ക് നമ്മളുടെ മൺമറഞ്ഞു പോയ നമ്മളുടെ പൂർവികരെ നമുക്ക് സ്മരിക്കാം കേട്ടോ. അപ്പോൾ സാധാരണ കർക്കിടക വാവിനെ എല്ലാവരും ഇങ്ങനെ പിണ്ടം വെച്ച് ബലിതർപ്പണം ചെയ്ത് അവരെ നമ്മൾ സ്മരിക്കുന്നതാണത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് പോലും നമുക്ക് നമ്മളുടെ പൂർവികരെ, മൺമറഞ്ഞു പോയ ആൾക്കാരെ, നമ്മളുടെ ഫാമിലിയിലുള്ള ആൾക്കാരെ, അവർ ചിലപ്പോൾ അസെൻറ്റ് മാസ്റ്റേഴ്സോ അങ്ങനെയൊക്കെ ആയിട്ട് നിലനിൽക്കുന്നുണ്ടായിരിക്കാം, നമുക്ക് ഗൈഡായിട്ട് നിലനിൽക്കുന്നുണ്ടായിരിക്കാം. അവരെ നമ്മൾ ഈ ഒരു സമയം നമ്മൾ ശരിക്കും സ്നേഹത്തോടെ സ്മരിക്കുക. അവർക്ക് സ്നേഹമാണ് കേട്ടോ ആവശ്യം. അവരെ ഓർക്കുന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഉള്ളിലെ അഗ്നിയെ ഉണർത്താനാണ് പറയുന്നത്. അത് നിങ്ങളുടെ ഉള്ളിൽ, ഇതിപ്പോൾ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് പറയുന്നത് പാസ്റ്റിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ശക്തമായിട്ട് ഉണ്ടായിരുന്ന എന്തോ ഒരു കാര്യം, ഒരു കഴിവ്, അത് പിന്നീട് നിങ്ങളത് ശ്രദ്ധിക്കാതെ ഇരുന്നതാണ്. ആ ശ്രദ്ധിക്കാതെ ഇരുന്ന ആ ഒരു കാര്യം വീണ്ടും അത് എന്താണ്, അഗ്നിയെ പോലെ ജ്വലിപ്പിക്കാനുള്ളൊരു സമയമാണ് ഇതെന്നാണ് നിങ്ങളുടെ ഈ ആൻസസ്റ്റേഴ്സ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ശക്തിയെ ചെറുതാക്കി കാണരുത്. മാത്രമല്ല, നിങ്ങളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഭൂമിയിൽ വന്നത്. അത് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകരുത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പരമ്പരയിൽ വന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ചിലപ്പം ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തിയായിരിക്കാം, കഴിവായിരിക്കാം. ഇതെല്ലാം നിങ്ങളിലുണ്ട് എന്നാണ് നിങ്ങളുടെ പിതൃക്കൾ പറയുന്നത്. കാരണം ആൾറെഡി അവർ ചെയ്ത് വെച്ചിട്ട് പോയ കുറേ കാര്യങ്ങൾ, അവരുടെ കഴിവുകളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടായിരിക്കും പോയിട്ടുള്ളത്. കാരണം ഇവരുടെ
ആ ഒരു ബ്ലെസ്സിങ്സ് ഉള്ളപ്പം അവർ ചെയ്തിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പം നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ പൂർവികരാരെങ്കിലും മാന്ത്രികമൊക്കെ ചെയ്തിരുന്ന ആൾക്കാരോ, ഹീലിംഗ് ചെയ്തിരുന്ന ആൾക്കാരോ, വൈദ്യം ചെയ്തിരുന്ന ആൾക്കാരോ, അല്ലെങ്കിൽ നല്ല ശരിക്കും ഒരു വ്യാപാരികളായിരുന്നെങ്കിലോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾ അവരെ സ്മരിക്കുന്ന സമയത്ത്, അതുപോലെ സിൻസിയറായിട്ട് നിങ്ങൾ അവരെ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു കഴിവുകളുടെ ഒരു ഭാഗം നിങ്ങൾക്ക് അവർ തരും, ഒരു ഗിഫ്റ്റായിട്ട് തരും. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾ ജനിച്ചപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കൊരു വിത്തുണ്ടായിരുന്നിരിക്കാം. പക്ഷെ നിങ്ങളെപ്പോഴും അല്ലെങ്കിൽ പിന്നെ അത് എപ്പോഴെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ട് നിങ്ങളത് വിട്ട് കളഞ്ഞ എന്തോ ഒരു കാര്യം ഈ ഒരു സമയം നിങ്ങൾ വീണ്ടും അതിനെ ജ്വലിപ്പിക്കാനാണ് പറയണത്. അപ്പോൾ ഇതിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തീരുമാനം കൊണ്ട് നിങ്ങൾ ഇല്ലാതാക്കിയ എന്തെങ്കിലും കാര്യം വീണ്ടും ഒന്നേന്ന് ചെയ്യണം. നിങ്ങൾ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് ചിലപ്പം നിങ്ങൾ വിട്ട് കളഞ്ഞതായിരിക്കും. അത് നിങ്ങൾ ഇപ്പം വീണ്ടും ചെയ്യണം എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ ചിലപ്പം പണ്ടത്തെ ആൾക്കാർ ചെയ്തു വെച്ചിട്ട് പോയ അത് പൂർത്തീകരിക്കാത്ത എന്തോ ഒരു കാര്യം നിങ്ങളുടെ ഫാമിലിയിലുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് കാണണം കേട്ടോ. അവർ ആഗ്രഹിച്ചിരുന്നതാണ്, അവർ ചെയ്തിരുന്നതാണ്, പക്ഷെ അവർക്കത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു സമയം ചിലപ്പോൾ നിങ്ങളുടെ ഒരു ജന്മനിയോഗം പോലും ആ ഒരു കാര്യം പൂർത്തീകരിക്കാനായിരിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക, അത് പൂർത്തീകരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് ആനിമൽ ഗാർഡിയൻ ആണ്. ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിങ്സ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ എല്ലാ കാര്യവും പുറത്തുനിന്ന് ഉത്തരം തേടുന്നതിന് പകരം നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ആദ്യത്തെ തോന്നൽ തന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു ഡയറക്ഷൻ തരും. അതങ്ങനെയാണ് കേട്ടോ. നമുക്ക് ഉള്ളിൽ ഒരു കാര്യം ഫസ്റ്റ് തോട്ട് ഉണ്ടല്ലോ, ഒരു ഗട്ട് ഫീലിംഗ്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരവെന്നാണെന്നാണ് കാണുന്നത്. ചിലപ്പോൾ അതൊരു വ്യക്തിയെക്കുറിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ഒരു തീരുമാനത്തെക്കുറിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ പോകേണ്ട ഒരു വഴിയെക്കുറിച്ചോ. അപ്പോൾ അത് നമ്മളിങ്ങനെ ആവർത്തിച്ച് ചില കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് തോന്നുമല്ലോ. ചില വ്യക്തികൾ, ഉദാഹരണത്തിന് ചില വ്യക്തികൾ നമ്മളുടെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ പുതിയൊരാൾ നമ്മളോടൊരു സൗഹൃദത്തിന് വരുന്നു. അപ്പം നമുക്ക് തോന്നുകയാണ് ഇത് ശരിയല്ലല്ലോ, ഇതെന്തോ പ്രശ്നമുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇത് അല്ല തോന്നലായിട്ട് കളയരുത് എന്നാണ് കേട്ടോ. നിങ്ങളത് വിശ്വസിക്കാനാണ് പറയുന്നത്. പിന്നെ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേടിയായിട്ട് കണക്ട് ചെയ്യരുത് കേട്ടോ. അത് പേടി വേറെയാണ്, ഇൻഡ്യൂഷൻ വേറെയാണ്. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് പീസ് കീപ്പറാണ്. എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ തന്നെ മാത്രമാണ് ശരിയെന്ന് തെളിയിക്കേണ്ട ആവശ്യം നമുക്കില്ല എന്നുള്ളതാണ്. ലെറ്റ് ഗോ ഓഫ് ദ നീഡ് ടു ബി റൈറ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഞാൻ ശരിയാണ് അപ്പം നമുക്കറിയാം നമ്മൾ ശരിയാണെന്ന്. അപ്പം നമ്മൾ അത് മറ്റുള്ളവരെ മുന്നിൽ തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അപ്പോഴൊക്കെയും നമ്മളുടെ മൂല്യം നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരെ മുന്നിൽ എപ്പോഴൊക്കെയാണോ നമ്മൾ തെളിയിക്കാൻ ശ്രമിക്കുന്നത്, ആ തെളിയിക്കാൻ ശ്രമിക്കുന്ന എപ്പോഴും നമ്മളെ ചെറുതാക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ ചില കാര്യങ്ങൾ ഫാമിലിയായിട്ട് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ചില ഈഗോസ് ഉണ്ടായിരിക്കാം, ചില മിസ്റ്റേക്സ് ഉണ്ടായിരിക്കാം, ചില തർക്കങ്ങൾ ഉണ്ടായിരിക്കാം. ഇതൊന്നും അടുത്ത തലമുറയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കരുത് എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ പൂർവികർ പറയുന്നത് ഞങ്ങളുടെ തലമുറയിൽ ചെയ്ത ചില തെറ്റുകളുണ്ടായിരിക്കാം, ആ തെറ്റുകൾ നിങ്ങൾ ആവർത്തിക്കാതിരിക്കുക, അത് നിങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഫൊർഗീവ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫൊർഗീവ് ചെയ്യുക എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഈ ഫൊർഗീവ്നെസ് എന്ന് പറയണത് അതായിരുന്നു ശരിയെന്നുള്ളതല്ല, അത് സ്റ്റോപ്പ് ആകാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരങ്ങ് മനഃപൂർവ്വം ഇത് ഫൊർഗീവ് ചെയ്ത് കൊടുക്കും. പോട്ടെ, അവർ ചെയ്തത് തെറ്റായാൽ പോലും ഇനി അത് ആവർത്തിക്കണ്ട, അത് നമ്മൾ ഇനി അടുത്ത ഇതിലേക്ക് കൊണ്ടുപോകണ്ട, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോകണ്ട എന്ന് വിചാരിച്ച് ചെയ്ത് കൊടുക്കുന്നൊരു കാര്യമാണ്. ഇതിൽ സ്നേക്കാണ് വന്നിട്ടുള്ളത്, ഷെഡ് ഓൾഡ് സ്കിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പാമ്പെന്ന് പറയുന്നത് നമ്മൾ
നമ്മുടെ സ്കിൻ ഇങ്ങനെ ഷെഡ് ചെയ്ത് കളഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം പഴയ ഓർമ്മകൾ, നമ്മളുടെ പഴയ ഐഡൻറ്റിറ്റി, പഴയ വിശ്വാസങ്ങൾ, മാത്രമല്ല പഴയ ഇമോഷണൽ പാറ്റേൺസ്, നമ്മൾ തുടർന്നു കൊണ്ടുപോയ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ അതിൽ കുറേ കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് വേണ്ടാത്തതായിരിക്കും, ഇനി അത് നിങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലാത്തതായിരിക്കും. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ കേട്ടാ നിങ്ങളത് ഇനി അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോകേണ്ടാത്ത കുറേ കാര്യങ്ങൾ ഈ ആൻസസ്റ്റേഴ്സ് തന്നിട്ടുണ്ടെന്നുള്ളതാണ് കാണുന്നത്. ഷെഡ് ഓൾഡ് സ്കിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പഴയത് നിങ്ങൾ ഇനി ചുമക്കേണ്ട ആവശ്യമില്ല. പഴയ ഭാരങ്ങളായിരിക്കാം, പഴയ ശത്രുതയായിരിക്കാം, ഇല്ല പഴയ കുടുംബങ്ങളിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ, കുടുംബങ്ങൾ തമ്മിലുള്ള കുറേ ഒരു ശത്രുത, പ്രശ്നങ്ങൾ, പിന്നെ അത് മാത്രമല്ല ആവശ്യമില്ലാതെ അവർ ചെയ്തിരുന്ന ചില ദുഷ്കർമ്മങ്ങളുണ്ടാവും. അപ്പം ഇതൊക്കെ ഇതുകൊണ്ട് കേട്ടാ. അപ്പം എല്ലാം ഉണ്ട്. അപ്പോൾ ഇപ്പം ഓരോ വ്യക്തി മരിച്ചു പോകുമ്പോഴാണ് അവർ പ്യുവർ സോളാവുന്നത്. അവരുടെ സോളിൻ്റെ മാത്രം ഒരു ഇതിലേക്ക് പോകും, നമ്മളുടെ ദേഹബോധത്തിൽ നിന്നും നമ്മളുടെ ആ സ്വത്വത്തിലേക്ക്, നമ്മളുടെ ബോധത്തിലേക്ക്, പ്യുവർ കോൺഷ്യസ്നെസ്സിലേക്ക് പോകും. അപ്പോൾ അവർ പിന്നീടത് നോക്കുമ്പോൾ അവർ ചെയ്തിരുന്ന കുറേ കാര്യങ്ങൾ തെറ്റായിരുന്നു എന്നവർക്ക് മനസ്സിലാകുന്ന സമയത്താണ് അവർ ഈ മെസ്സേജ് തരുന്നത്. ഞങ്ങൾ ചെയ്തിരുന്ന പല കാര്യങ്ങളും തെറ്റായിരുന്നു, അപ്പോൾ ആ തെറ്റുകൾ ഇനി നിങ്ങൾ ആവർത്തിക്കരുത്. അതുകൊണ്ടാണ് പഴയ സ്കിൻ ഷെഡ് ചെയ്ത് കളയുക എന്ന് പറയുന്നത്. അതുകൊണ്ട് പിന്നെ നിങ്ങളുടെ പാറ്റേൺ, നിങ്ങളിപ്പോൾ തുടർന്നുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടേതായ വേദനകളും പ്രശ്നങ്ങളും ഇതും ഇനി നിങ്ങൾ തുടരരുത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൽ എന്ത് തന്നെ ആയാലും നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളും നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അടുത്ത് വന്നിട്ടുള്ളത് ബാർഡോയാണ്. ഇതൊരു ട്രാൻസിഷനാണ് കേട്ടോ, ഇതൊരു ട്രാൻസിഷനാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു ഈ ട്രാൻസിഷൻ എന്ന് വെച്ചാൽ ഒരു എൻഡിങ്ങിനും ബിഗിനിങ്ങിനും നടുക്കാണ്. നിങ്ങൾ പുതിയ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുന്നുണ്ട്, പക്ഷെ അത് പൂർത്തിയായിട്ടുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പഴയ ഒരു സൈക്കിൾ അവസാനിക്കുന്നുണ്ട്, നിങ്ങൾ പുതിയതിലേക്ക് എത്താൻ പോകുന്നു. പക്ഷേ നിങ്ങൾ പുതിയതായിട്ട് പൂർണ്ണമായിട്ടും നിങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന, നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ആ ഒരു അവസ്ഥയെ നിങ്ങൾ പൂർണ്ണമായിട്ട് അത് ജീവിച്ച് തീർക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ആയ ഒരവസ്ഥയിൽ പഴയതിനെ നിങ്ങൾ വിട്ടുകളയുക. ഷെഡ് ഓൾഡ് സ്കിൻ വന്നിട്ടുണ്ട്, അപ്പോൾ പഴയതിനെ വിട്ടുകളയുക. പുതിയ ഈ ഒരു കാര്യത്തെ നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ അതിൽ ജീവിക്കുക. പിന്നെ ഈറോസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു അട്രാക്ഷൻ്റെയും ഒരു ഡിസയറിൻ്റെയും ഒക്കെ ഒരു കാർഡാണ് കേട്ടോ. ഇതൊരു എന്താണ്, നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതായത് മനുഷ്യരോടുള്ള, മറ്റുള്ള ഒരാൾക്കാരോടുള്ള ജെന്യുവൻ ആയിട്ടുള്ളൊരു കണക്ഷൻ, ക്രിയേറ്റിവിറ്റി, ഇത് ഒരു നമ്മളുടെ ഒരു അട്രാക്ഷനും അഫെക്ഷനും അത് അഡിക്ഷനിലേക്ക് മാറി പോകാതിരിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം നിങ്ങൾ ആസ്വദിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളൊന്നും ആസ്വദിക്കാതെ വിട്ടുകളയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇപ്പം ജീവിക്കുക എന്ന് പറയുമ്പം മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ മാത്രം ഏറ്റെടുത്ത് ജീവിക്കുക എന്നുള്ളതിനുപരി നമ്മൾ സ്നേഹിക്കുക, നമ്മൾ അനുഭവിക്കുക, നമ്മൾ സന്തോഷിക്കുക. അത് എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് ഈ ഒരു സമയം നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങളോട് പറയുന്നത്. പിന്നെ വന്നിട്ടുള്ളത് ക്രിയേറ്ററാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പുതിയ ചാപ്റ്റർ എഴുതണം. പഴയ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇപ്പം പഴയ കഥകൾ തുടരാൻ പാടില്ല. ആവശ്യമില്ലാത്തത് വിട്ടുകളയുക, നിങ്ങൾ മുന്നോട്ട് പോകുക, നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്റ്റോറി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി എങ്ങനെയാകണം എന്നുള്ളത് എഴുതാൻ പറ്റുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങൾ എഴുതുക, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, നിങ്ങൾ ജീവിക്കുക, നിങ്ങൾ അനുഭവിക്കുക, സന്തോഷിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് ഈ സമയം ഒരു മെസ്സേജ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പം അത് നിങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുക.
അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ടാലൻ്റ് ഉണ്ട്, നിങ്ങൾക്ക് അത് ധൈര്യം ഉപയോഗിച്ച്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കഴിവുകളെ ധൈര്യം ഉപയോഗിച്ച് സന്തോഷങ്ങളെയും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം, കഴിവിനെയും നിങ്ങൾ ഉപയോഗിക്കണം. അല്ലാതെ നിങ്ങൾ വെറുതെ ഇരിക്കരുത്. പാസ്റ്റിൽ നിന്ന് കിട്ടിയതിന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകരുത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. കാരണം നെഗറ്റീവായിട്ടുള്ള കുറേ പാറ്റേൺസ് തുടരുന്ന കുടുംബങ്ങൾ ഒരുപാടുണ്ടായിരിക്കും. അവർ ചെയ്തിട്ടുള്ള കുറേ ബാഡ് കർമാസും ഉണ്ടായിരിക്കും. അത് ഈ ഒരു സമയം മുതൽ സ്റ്റോപ്പ് ചെയ്ത് അതൊന്നും നിങ്ങൾ മുന്നിലോട്ട് കൊണ്ടുപോകണ്ടെന്നാണ് ഈ ഒരു സമയം നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളോട് പറയുന്നത്. താങ്ക് യു. അപ്പോൾ ഇതാണ് കർക്കിടക വാവിന് നിങ്ങളുടെ പിതൃക്കൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റെഡി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.